ഹായ് നമസ്കാരം, ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സുഖിയനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഞാൻ ഈ ഒരു ബൗളിൽ ഒരു 1/4 ബൗൾ അളവിൽ ചെറുപയർ കഴുകി വൃത്തിയാക്കിയിരിക്കുന്നതാണ് അതെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു കുക്കറിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. ഞാനിവിടെ ചൂടാക്കി വെച്ചിരിക്കുന്ന കുക്കറാണ്, അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറ് മാറാതെ നമ്മൾ ഇതിനകത്ത് കഴുകി വെച്ചിരിക്കുന്ന ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒരുമാതിരി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു നല്ല മണം വരും പയറിൻ്റെ. അത്രയും നേരം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒത്തിരി ഫ്ലെയിം കൂട്ടിയിടല്ല, ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ, ഇല്ല പയർ കരിഞ്ഞു പോകുമേ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ നല്ല അതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല, നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ പയർ അളന്നെടുത്തിരുന്ന പാത്രത്തിൽ 1/4 ബൗൾ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒത്തിരി കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒത്തിരി കൂടിപ്പോയാൽ പയറങ്ങ് കുഴഞ്ഞു പോകും, പിന്നെ ഉരുട്ടിയെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയെ. ഇനി ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു 4 വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ബാറ്ററോടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ബൗളിൽ 2 ബൗൾ മൈദപ്പൊടി എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 സ്പൂണ് പഞ്ചസാരയോട് ചേർക്കുന്നുണ്ട്. മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇതിനകത്തോട്ട് 1 സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി വെള്ളം കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇങ്ങനെ നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. അല്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒത്തിരി ലൂസായിട്ട് പോയാൽ നമുക്ക് പയറിൻ്റെ മിക്സ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കൈ കൊണ്ട് കോരി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒന്ന് വിട്ട് കിട്ടണം. ഈ ബാറ്ററി വീഴുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാൻ. ഇതുപോലെ കിട്ടണം, ഒത്തിരി വെള്ളം കൂടിപ്പോകല്ലേ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പയറൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ, ഒത്തിരി കുഴഞ്ഞു പോവാതെ നമ്മളിങ്ങനെ ഉരുട്ടുമ്പോൾ കയ്യിലിങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം. അതുപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. തേങ്ങ ചിരവി വേണമെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാവേ. നമ്മളിത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതിനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഇഷ്ടമില്ലാത്തവർ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാൻ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു നുള്ള് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടാണ്. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഏലക്കയും നല്ല ജീരകവും കൂടെ പൊടിച്ചതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ അളവിലാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്, നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. ഇനി നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ശർക്കര ലൂസായിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ശർക്കര ഉണ്ടെങ്കിൽ ചീവിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് അലിയിച്ചെടുത്താലും മതിയാവും. ഇനി നമുക്കിതൊന്ന് ഉരുട്ടി സുഖിൻ്റെ ഷേപ്പിലോട്ടൊന്ന് ആക്കിയെടുക്കാം. എല്ലാം ഞാനിതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതുപോലെ കിട്ടണം. എല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാവിൽ മുക്കിയൊന്ന് പൊരിച്ചെടുക്കാം. ഞാൻ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ആ എണ്ണ നല്ല ഹീറ്റായിട്ട് കിടക്കുന്ന എണ്ണയാണ്, നന്നായിട്ട് തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. എല്ലാം ഒന്ന് ഞാനിതുപോലെ ഇട്ട് കൊടുക്കട്ടെ.
ഇതുപോലെ എല്ലാം ഞാൻ ഈ എണ്ണയ്ക്കകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. നല്ല ടേസ്റ്റുള്ള, നല്ല സൂപ്പറായിട്ട് കുട്ടികളൊക്കെ ഇഷ്ടം ഉണക്ക് കഴിക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ പയറൊക്കെ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ നന്നായിട്ട് ഇത് കഴിച്ചോളും. വലിയവർക്കും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ബാറ്ററെല്ലാം ഒന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കിയിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. നന്നായിട്ടെല്ലാം ഒന്ന് എണ്ണയിലെല്ലാം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു വശം ഒരുങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് വാങ്ങാൻ നേരം ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം ഇത് കോരിയെടുക്കാനായിട്ട് എണ്ണയ്ക്കകത്തുനിന്ന്. അപ്പം അധികം എണ്ണ കുടിക്കത്തില്ല. ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം എണ്ണയ്ക്കകത്തുനിന്ന്. ഞാനൊന്ന് കോരിയെടുക്കുകയാണ്. നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റുകയാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സുഖിയനാണ്. നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതുകൊണ്ടാണ് നല്ല ക്രിസ്പിനെസ് ആയിട്ട് അതിൻ്റെ മണ്ടക്കത്തെ കോട്ടിങ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. Thank you.